വയനാട് പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ കുടുംബം പ്രിയങ്ക ഗാന്ധിയെ കണ്ടു. പ്രിയങ്ക ഗാന്ധി താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത് എന്നാണ് വിവരം. പരസ്യ പ്രതികരണത്തിനില്ല എന്ന് കുടുംബം അറിയിച്ചു. ജോസിന്റെ വീട്ടിൽ നേരിട്ടെത്താത്തതിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിനുള്ളിൽ അമർഷം പുകയുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച. ലിനറ്റ് വർഗീസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലിനറ്റ്, ഈ കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്തത് ആരാണ്? എന്തെല്ലാമാണ് സംസാരിച്ചത്? ഈ ബാധ്യതകളെക്കുറിച്ചും ഒറ്റപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ കുടുംബം ബോധിപ്പിച്ചോ? എന്താണ് വിവരങ്ങൾ? അശ്വൻ, കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവിന്റെ ജോസ് നെല്ലേടത്തിന്റെ കുടുംബം കണ്ടത്. ഈ കൂടിക്കാഴ്ചയിൽ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചതെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് പുറത്തു പറയാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നും പരസ്യ പ്രതികരണത്തിനില്ല എന്നുമാണ് ജോസ് നെല്ലേടത്തിന്റെ കുടുംബം പറയുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെയേറെ ആരോപണങ്ങളൊക്കെ അടക്കം ഉയർന്നിരുന്നു. ഈ ജോസ് നെല്ലേടത്തിന്റെ കുടുംബത്തെ കാണുവാനോ അവരെ വിളിച്ച് സംസാരിക്കുവാനോ പ്രിയങ്ക ഗാന്ധി എം പി തയ്യാറായില്ല. അദ്ദേഹത്തിന് ഈ ഒരു പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് ജോസ് നെല്ലേടം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിളിച്ച് സംസാരിക്കേണ്ട കടമ ഈ ഒരു എം പിക്ക് ഉണ്ടായിരുന്നു എന്ന ആരോപണങ്ങളായിരുന്നു ഉയർന്നത്. എന്നാൽ ഈ ഒരു ആരോപണങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടാണ് പിന്നീട് ഈ ഒരു കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ പുൽപ്പള്ളിയിലെ ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടത്തിന്റെ കുടുംബത്തെ കണ്ട് സംസാരിച്ചത്. കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ സാധിച്ചുവെന്നും നല്ല കൂടിക്കാഴ്ചയായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCCയുടെ നേതൃത്വത്തിൽ DCCയിൽ യോഗം ചേർന്നിരുന്നു. ഇതേ തുടർന്ന് ജോസ് നെല്ലേടത്തിന്റെ കുടുംബത്തെ ഈ സജീവ് ജോസഫ് MLA അടക്കം പോയി കണ്ടിരുന്നു. KPCCയുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ജോസ് നെല്ലേടത്തിന്റെ കുടുംബത്തെ കണ്ടതെന്നാണ് സജീവ് ജോസഫ് MLA പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ KPCCയുടെ ഒരു ഇടപെടൽ കൂടി ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹർഷ, ലിനറ്റ് വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്.